ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, ഞങ്ങളിന്ന് പെരിന്തൽമണ്ണയ്ക്ക് ഏട്ടൻ്റെ ഫ്രണ്ട്സും വരെ കുടുംബത്തോടൊക്കെ പോയിട്ട് കേൾക്കാൻ പോവാണ്. പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന വഴിയിൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു സൺസെറ്റും കാണാൻ പറ്റി. പക്ഷേ എന്ത് ചെയ്യാനാ, ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നേരെ അങ്ങോട്ട് കിട്ടിയില്ല. എന്നാലും കുറേയൊക്കെ കിട്ടിയാണ്. എന്ത് ചെയ്യാൻ, അത് ഞാൻ രണ്ടാമത്തെ വട്ടമാണ് മീൻചന്ത ഷൂട്ട് ചെയ്തിട്ട് മിസ്സായി പോണത്. ആദ്യം ആ വലിയ മീൻചന്ത എടുത്തപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നായിരുന്നു. ഞാൻ സൂര്യനെ നേരെ കിട്ടാൻ വേണ്ടിയിട്ട് സൂം ചെയ്തിട്ടാണ് സൂര്യൻ്റെ ഫോട്ടോ എടുത്തത്. സൂം ഔട്ടാക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് മീൻചന്ത നേരെ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ വഴിയിൽ വെച്ചിരുന്ന മീൻ കൊട്ടകളുടെ ഫോട്ടോ എടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. ഞങ്ങളുടെ നോമ്പ് തുറ ഗൈസ്, പെരുന്നാളിനൊക്കെ പോയിരുന്നു. ഞാൻ നോമ്പ് തുറക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. ഞാൻ ഏട്ടൻ്റെ ഒപ്പം ആദ്യമായിട്ടാണ് നോമ്പ് തുറക്കാൻ പോകുന്നത്. ഏട്ടൻ്റെ ഒപ്പം നല്ല ആദ്യമായിട്ടാണ്, എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നോമ്പ് തുറക്കാൻ പോകുന്നത്. നല്ല അടിച്ച് പൊളിച്ചുള്ളൊരു നോമ്പ് തുറയായിരുന്നു. എൻ്റെ ഒന്നും ചെറുപ്പകാലത്ത് പാർക്കിക്കൊന്നും ഞാൻ പോയിട്ടില്ല. അവൾ കളിക്കണത് ഞാൻ നോക്കിയിരിക്കുമ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലം തിരിച്ചു കിട്ടണ പോലെയാണ്. അതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ കുട്ടിക്കാലം തിരിച്ചു കിട്ടില്ലെന്നറിയാം. പക്ഷേ അവളിലൂടെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കളിച്ചിരുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അത് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, വല്ലാത്തൊരു സന്തോഷമാണ്. അവിടെ ഊഞ്ഞാലാടാൻ വേറൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അമ്മയച്ഛനൊന്നും മലയാളമല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് ഏത് ഭാഷയും നീട്ട് ഇങ്ങനെ വായും വിളിച്ച് നോക്കിക്കൊടുന്നു അവള്. അപ്പോൾ അവളോട് ഞാൻ ഇങ്ങോട്ട് നോക്കിയാന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുമ്മ കയറാനേ അവളെ ഒരുപാട് വിളിച്ചതാണ്. ഞാൻ കാണിച്ചു തരാം, ഞാൻ പിടിക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം അവൾക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും അവൾക്ക് അതിൽ കയറാൻ പേടിയായിരുന്നു. എന്നിട്ട് അവൾ അതിൽ കയറിയില്ല. ഇതുമ്മ കൂടെ അവൾക്ക് കയറാൻ വഹിച്ചില്ല. അവൾ ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവിടെ ഉള്ള കയറുമ്മ കൂടെ അവൾ കുറച്ചൊക്കെ കയറി. പക്ഷെ മോളിക്കൊന്നും എത്തിയില്ല. അവൻ പിടിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്ക് അപ്പോഴും പേടിയിരുന്നു. അവൾ ആ കയറുമ്മ കൂടെ കുറച്ചൊക്കെ കയറാൻ നോക്കി. പക്ഷെ മുഴുവനാക്കിയില്ല. പകുതി എത്തിയിട്ട് അവൾ ഇറങ്ങുക ചെയ്തു.
അവിടെയുള്ള എല്ലാ റൈഡിലും ഏകദേശം അവൾ കയറിയിട്ടുണ്ട്. ബൈക്കിനില്ലെങ്കിലും നോക്കിയാലും ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ കയറാൻ പേടിയാണ് അവൾക്ക്. പക്ഷേ എന്നാലും അവളെ കൊണ്ട് പറ്റണ പോലെയൊക്കെ കയറി സെറ്റാക്കിയണു. അവരപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴേ സമയം പോകുന്നതേ അറിയില്ല ഈ പാർക്കിങ്ങൊക്കെ പോകുമ്പോൾ. ഞങ്ങളാണ് അവിടുന്ന് അവസാനം പോകുന്നത്. ഏട്ടൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കുറച്ച് നേരത്തെ പോയി. കുറച്ച് നേരത്തെ അല്ല, ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ പോയത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് അവൾക്ക് നല്ലോണം പറ്റിയാണ്. ഇതുമേ ആവുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഇതിന് മുറിയൊന്നും ആവില്ല, കാറ്റിൻ്റെ ആയതുകൊണ്ട്. ഈ കുട്ടികളൊപ്പം പാർക്ക് പോയാൽ ഈ സമയം അറിയില്ല അല്ലേ. ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 10 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ശരി, ഞങ്ങളിനി പോയി കടന്നുറങ്ങട്ടെ. അപ്പോൾ ഇനി നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയറും ലൈക്കും ചെയ്യണേ.